ഹായ് സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മക്കളെ, നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ദൈവവചനമാണ്. അതിനെ ഇപ്രകാരം പറയുന്നു: പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. സദർശവാക്യങ്ങൾ 10-ാം അധ്യായം 12-ാം വചനം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലുള്ള വചനങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ഒരു ഗാനം കേൾക്കാം. അനുഗ്രഹത്തിനധിപതിയെ ആനന്ദകൃപ തരുന്നതി, അനുദിനം നിൻ പാദം ഗതിയെ അടിയാനു നിൻ കൃപ മതി. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീശോനി തന്നെ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്ന് കരകേറി നടകൊള്ളും രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ അനിനെ പോലോടിടും. ആരുമേനെങ്കിലെന്നോ ഞാനേകനാ തീർന്നുവെന്നു മാനസത്തിലാദി പൂണ്ടു ഖേദിപ്പാൻ എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്തിൽ ഇപ്പോഴവർ ദൈവമുമ്പിൽ സേവയായി. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാൽ എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റവും സ്നേഹച്ചൂടോ അപ്പവുമായി വന്നിടും. നാളെയെ കൊണ്ടൻ മനസ്സിൽ യവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. കാക്കകളെ വിചാരിപ്പി വിതയില്ല, കൊയ്ത്തുമില്ല. ദൈവമാവയ്ക്കായി വേണ്ടതെല്ലാം നൽകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക. ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒരു വേദവത്തിലെ ഒരു വാക്യമെങ്കിലും ഒരാളെങ്കിലും പഠിച്ച് ദൈവത്തോട് അടുക്കട്ടെ എന്നുള്ള പ്രത്യാശയിലാണ്. അങ്ങനെ ഇത് വേണ്ടുന്നവർ ദിവസേന ഞാനിതിടും. ഓരോ വാക്യം പഠിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.